സുരേഷേട്ടാ നമസ്കാരം. നമസ്കാരം. പാടിയോ ഈ സിനിമയില്? ഇല്ല, ഈ സിനിമയിൽ പാട്ടില്ല, ഡോക്ടറാക്കില്ല, പാടിയില്ല. പാട്ടില്ല. സാധാരണ എപ്പോഴും നമ്മൾ അഭിനയിക്കുന്ന സിനിമയിൽ അല്ല, പാടി. ഇപ്പോൾ കുറച്ച് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പാട്ട് കുറവാണ്. പാട്ട് കുറവാണ്. എങ്ങനെ ഈ പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ വരികളിലേക്ക് എങ്ങനെ എഴുതി എത്തുന്നേ? നല്ല പാട്ടുകളാ എപ്പോഴും നമുക്ക്. ഞാനൊന്നും എഴുതുന്നില്ല, നമ്മളെ വിരലുകൾ കൈകൾ എഴുതുന്നുണ്ട്. അതെങ്ങനെ ഇതാവുന്നെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഓരോ പാട്ടുകളും അതും നമ്മുടെ മനസ്സിൽ സുരേഷേട്ടനെ പറഞ്ഞു തന്നാലും മനസ്സിലേക്ക് ആദ്യം എത്തുന്ന പാട്ടേ മുത്തേ പൊന്നേ പിണങ്ങല്ലേ. അത് നല്ല പാട്ടാണത്. അത് ഞങ്ങൾ കൊച്ചു പിള്ളേരായാലും ആർക്കായാലും മനസ്സിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിരുന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ സിനിമയിലെ എക്സ്പീരിയൻസിങ്? എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഞാൻ ഒന്നോ രണ്ടോ ദിവസം ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മറ്റേ ഈ കമ്പ്യൂട്ടറിൻ്റെ ആളാണ്, സൈബർ സെൽ ഓഫീസറാണ്. സൈബർ സെൽ ഓഫീസറാണ്. അപ്പോൾ പുള്ളി സസ്പെൻഷനിൽ നിൽക്കണതാ ആ സമയത്താണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം എൻ്റെ സഹായം ചോദിച്ചു വരികയും ഞാൻ ഇൻവോൾവ് ആവുകയും ചെയ്തു. പക്ഷേ ഞാൻ അഭിനയിക്കുമ്പോൾ ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമയായിരുന്നെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ എൻ്റെ പ്രിവ്യൂ ഷോ കണ്ടപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. ശ്രീകുമാർ എന്ന സംവിധായകൻ്റെ നല്ല കഴിവുള്ള ഒരു സംവിധാനമാണെന്നാണ് തെളിയിക്കാൻ പോകുക. നല്ല വർക്കായിരുന്നു, നല്ല ഇതായിരുന്നു. പോലീസ് ഓഫീസർ ചേട്ടൻ്റെ കരിയറിലെ ഫസ്റ്റ് ഒരു റോളാണ്. ഞാൻ പോലീസായിട്ട് ഇതിനു മുമ്പേ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ സൈബർ ഓഫീസറായിട്ട് ആദ്യമായിട്ട് നമ്മുടെ കപ്പേരായിട്ടിരുന്നു. പിന്നെ നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനകത്ത് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ജയറാമേട്ടന്റെ പടത്തിനകത്ത് അതിനകത്തും പിന്നെ പൊറിഞ്ചൂടപ്പൻ കപ്പേരായിട്ട് ലാലേട്ടൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, ഇട്ടിമാണി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അഭിനയിച്ചു. പിന്നെ ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് ആ ഒരു റോള്, ആ സിനിമയ്ക്കകത്ത് ഏറ്റവും നർമ്മം തന്നെ ചേട്ടനെ കൊണ്ടുവന്നത്. ആ ചെറിയണ്ണൊക്കെ വെച്ചിട്ട് ആ സീൻ അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? അതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്കില്ല, അതൊക്കെ ഡയറക്ടർ. ശരിക്കും ഒറിജിനൽ ചെറിയണ്ണൻ തന്നെയായിരുന്നോ? അത് വെച്ചിട്ട് എങ്ങനെ അഭിനയിക്കാൻ പറ്റും? അത് വെച്ചിട്ട് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അത് എബ്രോഡ് സയൻസ് സാറിന്റെ. പിന്നെ ഇതിലും ശ്രീകുമാറിന്റെ കുറെ ഇതുണ്ട്, സപ്പോർട്ടുണ്ട് എനിക്ക് ഡയറക്ടറുടെ. നമ്മുടെ നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ കോംബോ ആയിട്ട് വരുന്ന രണ്ടാമത്തെ പടം ശ്രീകുമാർ ചേട്ടനും ചേട്ടനും കൂടെ. ഞാൻ ഇതിനു മുമ്പേ ബംഗാളി എന്നൊരു സിനിമ അതിന്റെ ക്യാമറമാനായിരുന്നു. ഇത് ശ്രീകുമാർ ഡയറക്ടറും ക്യാമറമാനുമായിട്ട്. ആ സിനിമയും എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസുകളൊക്കെ? ബംഗാളി എന്ന സിനിമ അത് വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയി. അത് ഒരു ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യം. ഞാൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന, നായകനല്ല, എന്നെ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച നായകൻ വന്നിട്ട് അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടർ ജോബിയാണ്. അതും നല്ലൊരു നല്ലൊരു വർക്കായിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടോ അത് ഇതായിപ്പോയി. പക്ഷേ ഇപ്പോൾ യൂട്യൂബിൽ അതുപോലെ നല്ല ഇതായിട്ട് മാറുന്നുണ്ട്, നല്ല റേറ്റിംഗ് ആയിട്ടൊക്കെ ഓടുന്നുണ്ട് എന്നുള്ള അഭിപ്രായം. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ഒന്നുമില്ലെങ്കിലും നമ്മൾ അല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നമുക്കത് ശരിക്കും വിജയം എത്തിക്കാൻ പറ്റി. ഇതിപ്പോ രണ്ടാമത്തെ പടവുമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയിൽ ചേട്ടന്റെ എക്സ്പീരിയൻസ്? ഞാൻ സ്ത്രീകൾക്ക് മുൻതൂക്കമുള്ളൊരു സ്ത്രീകൾ തന്നെയാണ് ഇത് മൊത്തം കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. പുരുഷന്മാരുടെ കഥാപാത്രങ്ങൾക്ക് വളരെ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഇതേ ഉള്ളൂ. പക്ഷേ കഥയുടെ കാമ്പ്, പിന്നെ കേന്ദ്ര ബിന്ദുക്കൾ എന്നൊക്കെ പറയുന്നത് സ്ത്രീകളുടെ, ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീപക്ഷ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അതായത് ഇപ്പം പറയാൻ പാടില്ല എങ്കിലും എന്താ പറയുക, ഹീറോ ആൻഡ് എനിമി രണ്ടും പെണ്ണുങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. നിത രാജൻ എന്നൊക്കെ പറഞ്ഞ ഇവിടെ പുതിയ നടിമാർ ഒക്കെ നന്നായിട്ട്. ഇപ്പൊ ഇതിനകത്ത് അറിയുന്നത് ആരാന്ന് ചോദിച്ചാൽ ചേട്ടനെ. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ റോളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചേട്ടന്റെ അത്രയും ഫെമിലിയർ അല്ല. അങ്ങനെയുണ്ട്. ഈ ആക്ഷൻ ഹീറോ ബിജുവിൽ കൂടുതലും പുതിയ ആളുകളുമാണ്. ഈ ആക്ഷൻ ഹീറോ ബിജുവിൽ അഭിനയിക്കുമ്പോൾ ഞാനും പുതിയ ആളായിരുന്നല്ലോ. അതാ നമ്മളൊരു ചെറിയ റോളെ നമ്മളത് ചെയ്തുള്ളൂ. പക്ഷെ ആ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് മറക്കുന്ന ഒരു. അല്ല, ഇതിലും ചെറിയ റോള് ചെയ്തിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളവരാണെങ്കിലും
എല്ലാവരും കഴിവുള്ളവരാണ്, അവർക്കും ഇതൊരു അവസരമാണ്. പക്ഷെ ഇനി എന്താ പറയുക, ഇനി അവരെ നമുക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടില്ല. ചേട്ടൻ ഇപ്പോൾ ഓരോ വർഷവും ചെല്ലും തോറും നല്ല ഇഷ്ടംപോലെ നമ്മൾ സിനിമകൾ ചെയ്ത് എത്തുന്നു. അതുപോലെ തന്നെ ആളുകൾക്ക് അതുപോലെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ എല്ലാവരും പുതുമുഖങ്ങളാണല്ലോ. അതെ അല്ലേ, എല്ലാവരും പുതുമുഖങ്ങളാണ്. അതെ. ഇപ്പോഴും എഴുതാറൊക്കെ ഉണ്ടോ? ഞാൻ ഇപ്പോഴും എഴുതുന്നുണ്ട്. നമ്മള് ഓണം സ്പെഷ്യലായിട്ട് ചേട്ടൻ ഒരു പ്രോഗ്രാം ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ നാടൻ പാട്ടുകൾ. ചേട്ടന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നാടൻ പാട്ടുകളാണ്. പാട്ടുകൾ നമ്മളൊരു ഭാഗം. പക്ഷെ ഇപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് തീരാറായി. ഞാൻ ഒന്ന് എഴുതി, അത് രണ്ടാമത് പൊളിച്ചെഴുതി, മൂന്നാമതും പൊളിച്ചെഴുതി, എഴുതി കൈ കുഴഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ഒരു പരുവത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ ആവാനുള്ള സാധ്യതയുണ്ട്. അഭിനയത്തോടൊപ്പം ഇനി ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും കൂടെ ആക്കാം. അത് പണ്ടും എനിക്ക് ഈ സ്ക്രിപ്റ്റും ഡയറക്ഷനൊക്കെ തന്നെയായിരുന്നു എനിക്ക്. അഭിനയത്തിലേക്ക് എന്നെ എബ്രഹാം സയൻസ് സാർ കൊണ്ടുവന്നത്. അഭിനയവും പാട്ടും ഒക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവന. നിമിഷ കവിയാണ്. അങ്ങനെയൊന്നുമില്ല. നിമിഷം കൊണ്ട് കവിത എഴുതാനൊന്നും ആർക്കും പറ്റുന്നില്ല. അത് എല്ലാവരും പറയുമ്പോൾ ഞാനും പിന്നെ അങ്ങനെ ഇരിക്കട്ടെ, ഒരു ക്രെഡിറ്റ് ഇരിക്കട്ടെ, ഞാൻ സമ്മതിച്ചു കൊടുക്കും. ഇപ്പം നമ്മൾ ഓരോന്ന് ചെയ്യുന്ന ഇതിന് നമ്മൾ ശരിക്കും ആലോചിച്ച് തീരുമാനിച്ച് എഴുതിയെടുക്കുന്ന ആ വരികൾ ശരിക്കും പാട്ടുകൾ വളരെ ഇമ്പമുള്ളതാണ്. ഓരോ പാട്ടുകളും നമുക്കതിൽ കേൾക്കുമ്പോൾ. അതുപോലെ കുറേ ആൽബങ്ങളിലും എല്ലാം ചേട്ടൻ എഴുതിയിട്ടുണ്ടല്ലോ. പരോള്, ഉദാഹരണം സുജാതക്കകത്തെ അതിന്റെ സുജാതയുടെ ടൈറ്റിൽ റോള് ആ സോങ് എന്ന് പറയുന്നത് ചേട്ടനാ എഴുതിയതല്ലേ? അല്ല, അത് ഞാനല്ല. ആ പാട്ട് എഴുതിയത് സന്തോഷ് വർമ്മ സാറല്ലേ. നീ ഞങ്ങളുടെ കണ്ണിന്റെ കണ്ണാണടി പെണ്ണാളെ. അതിൽ ഞാൻ പാട്ടൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. പാടിയിട്ടുണ്ട്. പിന്നെ ഒരു പാട്ടിന്റെ ട്യൂണിൻ്റെതാണ് ചെറിയ തുടക്കത്തിൽ. അത് മാർട്ടിൻ പക്കാട് സാറ് പിന്നെ ആ പാട്ടിന്റെ ഇത് കഴിഞ്ഞു സംഗീതം അസിസ്റ്റന്റ് സുരേഷ് എന്ന് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ പരോൾക്കാലം അത് ഞാൻ എന്താ പറയുക, ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കഥ ഡയറക്ടർ പറഞ്ഞു തന്നത് കേട്ട് എഴുതി പാട്ടാണ് പരോൾക്കാലം. ഇനിയിപ്പോൾ സംവിധാനം കൂടെയാണ് നമ്മൾ വരുന്നത്. ഒരു സിനിമയെങ്കിലും സംവിധാനം ചെയ്യണം. അതോടുകൂടി ഇത് തീരും. കാര്യം ചിലപ്പോൾ അത് അവസാനത്തെ സംവിധാനം ചെയ്യുക ആയിരിക്കും. പിന്നെ പ്രേക്ഷകർ അങ്ങനെ ഒന്നും പറയണ്ട. തീർച്ചയായിട്ടും ഇനി ആ ഒരു പുതിയ മേഖലയിലേക്കും ചേട്ടൻ ഒരുപാട് തന്നെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അത് എൻ്റെ ഒരു സ്ക്രിപ്റ്റുകൾ വേഗം തീരാനും. ഒരു 2 വരി പാടാമോ? ഈ സിനിമയിലെ പാട്ടൊന്നും ഞാൻ പാടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് പാടാം. ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ 2 വരികൾ നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമാണ്. അപ്പോൾ ഈ പാലാരിവട്ടം പാലം എനിക്ക് ഭയങ്കര ഒരു വയറ്റില്ല. അന്ന് വയറ്റിലൊരു പാലം ഇല്ലല്ലോ, പിന്നെ അല്ലേ പാലം വരുന്നത്. നമ്മൾ അക്ഷങ്കർ ഈ പൂമരത്തിൻ്റെ ഒക്കെ ലൊക്കേഷനിൽ അവിടെ പാലം പണിയൊക്കെ അതിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളു. പാലാരിവട്ടം പാലത്തിൻ്റെ ചോട്ടിൽ മൂവന്തി നേരത്തിൻ്റെ വണ്ടി. പാലാരിവട്ടം പാലത്തിൻ്റെ ചോട്ടിൽ മൂവന്തി നേരത്തിൻ്റെ വണ്ടി. പച്ച വെളിച്ചം കാത്തുന്നു നിൽക്കുമ്പം പച്ചച്ചുരിദാറിട്ടൊരു പെണ്ണൻ മുന്നിലൂടെ മെല്ലെ മെല്ലെ നടന്നു പോയവൾ പഞ്ചാര പുഞ്ചിരി തന്നേ പോ. നമ്മൾ കണ്ട ഒരു എക്സ്പീരിയൻസ് അത് വരികളായി മാറുന്നു അല്ലേ? അന്ന് ചിരിച്ചൊന്നുമില്ല, നോക്കി പേടിപ്പിച്ചിട്ടാ പോയത്. അകത്താക്കൂടാ ഇതിനെ നോക്കിയ എന്നാ ഈ നോക്കി പീഡനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകും. പണ്ട് ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും പാടവരമ്പത്തിലൂടെയോ അല്ലെങ്കിൽ നാട്ടുവഴിയിലൂടെയോ നടന്നു വരുമ്പോൾ എതിരെ വരുമ്പോൾ ഈ ആണിനെ കണ്ട് പെണ്ണ് തല കുനിച്ച് നടക്കുമായിരുന്നുള്ളൂ അല്ലേ ഒരു സമയത്ത്. ഇപ്പോൾ ആണുങ്ങളെ തല കുനിച്ച് നടക്കുന്ന കാര്യം എന്താ പറയുക, ഈ നോക്കി പീഡനം എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ടേ. അപ്പോൾ എന്നെ നോക്കി പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. വല്ല CCTV ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഐ വിറ്റ്നസ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ തല കുനിച്ചാൽ നടക്കുന്നത്. പണ്ട് നടന്നിരുന്നതിൻ്റെ നേരെ തിരിഞ്ഞു പോയിട്ട്. എന്തായാലും സുരേഷ് ചേട്ടന് ഇതിൽ ലീഡ് റോള് ചെയ്തേക്കുന്നു. നല്ല വിജയം തന്നെ എത്തട്ടെ. അല്ല, ഇത് ചെറിയ സിനിമയല്ലേ. പ്രൊഡ്യൂസറും സിനിമ ചെയ്യാൻ വരുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്.
അത് പ്രൊഡ്യൂസറായിരുന്നാലും അല്ലെങ്കിൽ എന്താ ഡയറക്ടറായിരുന്നാലും അഭിനയിക്കാൻ പറ്റുന്നവർ, പാട്ട് പാടാനോ എഴുതാനും സംഗീതം ചെയ്യാനും ക്യാമറമാനോ ആരായിരുന്നു അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് അവർ ചെയ്യുന്ന സിനിമ നല്ല സിനിമയായിരിക്കണം, വിജയിക്കണം എന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലും എല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, പ്രൊഡ്യൂസറായിരുന്നാലും ആരായിരുന്നാലും എന്തായിരുന്നാലും. അപ്പോൾ സിനിമ വിജയിക്കാനുള്ള പ്രാർത്ഥന നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ, ആ ഒരു വിജയം എത്തട്ടെ. അതുപോലെ പിന്നെ എനിക്ക് ഒരു ഭയങ്കര പരാതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററുകാരുടെ സപ്പോർട്ട് മെയിനായിട്ട് വേണം. ഇപ്പോൾ ഒരു തിയേറ്ററിൽ 4 ഷോ ഉണ്ടെങ്കിൽ 4 സിനിമയാണ് അല്ലേ? പല സ്ഥലത്തും നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ 6 or 7 തിയേറ്ററുകളുടെ പേര് കൊടുത്തിരിക്കുകയാണ് പോസ്റ്ററിൽ. ഇത് ജനങ്ങളും കാണുകയാണ്. അപ്പോൾ ജനങ്ങൾ ഒരു പക്ഷയ്ക്ക് കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ അയ്യോ പക്ഷം ഇല്ല കേട്ടോ, ആ സിനിമ മാറ്റിനെയായിരുന്നു, അല്ലെങ്കിൽ നൂൺ ഷോ ആയിരുന്നു, സെക്കൻഡ് ഷോ ആയിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഷോർട്ട് ടൈം കൊടുക്കണം, ഇത്ര മണിക്കാണ് ഷോർട്ട് ടൈം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തിയേറ്ററുകാരോടുള്ള ഒരു അപേക്ഷ, നിങ്ങൾ ഒരു സിനിമ 2 സിനിമ 4 ഷോ പ്രദർശിപ്പിക്കും, അത് ആ സിനിമയുടെ ഷോർട്ട് ടൈം കൊടുക്കുക. എൻ്റെ ഉത്തരവാദിത്വം പ്രൊഡ്യൂസർമാർക്കും അങ്ങനെയാണ്. പ്രൊഡ്യൂസർമാരും കൂടെ അതൊക്കെ വിതരണക്കാരും ഒക്കെ ഇനി ശ്രദ്ധിച്ചാലേ ഇനി സിനിമകൾക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ തിയേറ്ററുകാരായിരുന്നാലും വിതരണക്കാരായിരുന്നാലും പ്രൊഡ്യൂസേഴ്സ് ആരായിരുന്നാലും സിനിമയ്ക്ക് വിജയമില്ല, സിനിമ വിജയിക്കുന്നില്ല, ഓടുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തിയേറ്ററിൽ ആ സിനിമ കാണാൻ ആൾ വരുന്നുണ്ട്, പക്ഷെ അവർ ഒരു സിനിമ കാണാൻ വരുമ്പോൾ അവിടെ ആ സമയത്ത് ആ സിനിമ അല്ല. ഒന്നുകിൽ പറയും പക്ഷേയാണ് അത്, അല്ലെങ്കിൽ സെക്കൻഡ് ഷോ കഴിഞ്ഞ ഷോ കഴിഞ്ഞു, ഇനി അവിടെ പോകുന്നുണ്ട്, അവിടെ ചിലപ്പോൾ കാണും, അവിടെ പോയി നോക്കൂ. നമ്മൾ കഷ്ടപ്പെട്ട് ഇറക്കുന്നതിന്റെ ആ വിജയത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തിയേറ്ററുകാരും കൂടെ നമുക്ക് നല്ല സപ്പോർട്ട് വേണം. പ്രൊഡ്യൂസേഴ്സ് കർക്കശമായിട്ടുള്ള തീരുമാനത്തിലെത്തണം, ഷോർട്ട് ടൈം കൊടുക്കണം. 5 തിയേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 തിയേറ്ററിൻ്റെ അവിടെയുള്ള ഷോർട്ട് ടൈം എത്രയാണ് അത് മസ്റ്റായിട്ട് കൊടുത്തിരിക്കും. ഇപ്പോൾ എന്താ പറയുക, ഈ ബുക്ക് മൈ ഷോ പോലത്തുള്ള സംഭവങ്ങളുണ്ട്. ബുക്ക് മൈ ഷോ എന്ന് പറയുന്നത് അത് സാധാരണക്കാരുടെ അതിൽ ഇപ്പോൾ സിനിമ തിയേറ്ററിൽ നിന്ന് വിട്ടുപോയി. ഞങ്ങളൊക്കെ സിനിമ കാണുന്ന കാലത്ത് തിയേറ്ററിലൊക്കെ ഓട്ടോറിക്ഷക്കാരും കൂലിവേലക്കാരും ചുമട്ട് തൊഴിലാളികളെ പോലുള്ളവരൊക്കെ അതിന് തിയേറ്ററിലുണ്ടായിരുന്നു. 3-4 ക്ലാസ് ഉണ്ട്. ബാൽക്കണിയിലുള്ളവർ, കൈയടിക്കാത്തവർ, ചിരിക്കാത്തവർ ബാൽക്കണിയിൽ കയറും. ഇപ്പോൾ എല്ലാം ഇപ്പോൾ ഒന്നിച്ചല്ലേ. അപ്പോൾ ഈ ബുക്ക് മൈ ഷോ പോലുള്ള ടെക്നിക് പിള്ളേർ കാര്യങ്ങൾ അവരൊക്കെ അത് ഇപ്പോൾ അവരും തിയേറ്ററിൽ വരുന്നില്ല. കാര്യം എന്താ പറയുക, തിയേറ്ററിൽ അത് ക്യാമറ വന്നു. ഇപ്പോൾ തിയേറ്ററിൽ ക്യാമറ വന്നതുകൊണ്ട് കുറേ പേര് അങ്ങനെ കുറേ പേര് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ശരിക്കും നമുക്കതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. സിനിമ എന്ത് ലെവലിൽ ഏത് സിനിമയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തിയേറ്റർ തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്, പണ്ടൊക്കെ തിയേറ്ററിൽ ഈ പ്രൊജക്ടർ ഓപ്പറേറ്റർമാർ, ചേട്ടന്മാർ സിനിമയ്ക്ക് ഫസ്റ്റ് ഷോയിൽ തന്നെ സിനിമ എവിടെ ബോറടിച്ചു, സിനിമയിൽ എവിടെ ജനം കൂടി, അവിടെ ബോറായി, ആ സിനിമ അടുത്ത ഷോ ഇട്ട് അവരത് കാണില്ല, അത് കട്ട് ചെയ്തോളെ. ഇപ്പം അതിനൊന്നും പറ്റില്ലല്ലോ അവർക്ക്, എല്ലാം കമ്പ്യൂട്ടർ വഴിയൊക്കെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പണ്ടായിരുന്നു ഫിലിം, അതിന്റെ എല്ലാ എഡിറ്റിംഗ് കഴിഞ്ഞ് തിയേറ്ററിൽ എത്തിയാലും പ്രൊജക്ടർ ഓപ്പറേറ്റർ നല്ലൊരു എഡിറ്ററാണ്. തിയേറ്ററിൽ എവിടെ ജനത്തിന് അത് പ്രേക്ഷകനെ എവിടെ അത് ബോറടിപ്പിച്ചു, അത് വേണോ വേണ്ടേ, അല്ലെങ്കിൽ കഥയ്ക്ക് പ്രാധാന്യമുള്ള സംഭവമാണോ എന്നൊക്കെ നോക്കി അവരത് തോന്നുന്നുണ്ട്. ഇപ്പം സിനിമയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തിയേറ്റർ തന്നെയാണ്. സിനിമയുടെ വിജയത്തിനും കാരണവും തിയേറ്റർ തന്നെയാണ്. അതിന് തിയേറ്റർ ഒന്ന് സിനിമയെ ശ്രദ്ധിക്കണം, അതിൻ്റെ ഷോർട്ട് ടൈമെങ്കിലും കൊടുക്കാനുള്ള ചേട്ടൻ്റെ ആ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഇതിരുന്ന് കാണുന്ന എല്ലാവരും അത് കേൾക്കും. പ്രൊഡ്യൂസേഴ്സ് ആയാലും അസോസിയേഷൻകാരായാലും കേട്ടിട്ട് അതിന് നല്ലൊരു തീരുമാനം തന്നെ എത്തട്ടെ. അവർ കേട്ടാൽ അവർക്ക് ഞങ്ങൾക്കും കൊള്ളാം. സിനിമ നിലനിന്ന് പോയാലേ ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. എനിക്ക് ചുമടെടുക്കാനൊന്നും പേടിയൊന്നുമില്ല കേട്ടോ, ഞാൻ പണ്ട് വേണ്ടി ചുമടെടുക്കാനൊക്കെ പോകും, കുഴപ്പമൊന്നും. അപ്പോൾ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.